എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച വരച്ചതുമായിട്ട് കുറച്ച് സാമ്യമുള്ളൊരു ഡ്രോയിങ്ങാണ് ഇത്തവണയും ഈ ആഴ്ചയും വരയ്ക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടിയൂറ് വാരിക്കുന്ന നേതാക്കന്മാരെ കുറിച്ചിട്ടൊരു കാർട്ടൂണാണ് വരച്ചത്. ഇത്തവണയും ഏകദേശം അതേപോലെ ഈ ചെമ്പിനകത്ത് ഇട്ട് തിളപ്പിക്കുന്ന കുറേ കാട്ടാളന്മാരുടെ ചിത്രമാണ് വരയ്ക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ കുറച്ച് നാളത്തെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിനെ ഈ ഭരണക്കാർ നേതാക്കന്മാരിങ്ങനെ ഇട്ട് പീഡിപ്പിക്കുകയാണ്. നമ്മുടെ ആരോഗ്യരംഗമാണെങ്കിൽ അങ്ങനെ, വിദ്യാഭ്യാസ രംഗമാണെങ്കിൽ പറയണ്ട, കുത്തുവള എടുത്ത് അങ്ങനെ നശിച്ച് നാറാണക്കല്ല് ഇട്ടു. ഇപ്പോൾ ഗവർണറും രജിസ്ട്രാറും വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് മെമ്പർമാരും കൂടെ ചക്കളത്തിൽ പോരാട്ടം നടത്തി ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം ഏതാണ്ട് മൃതപ്രായമായിട്ടുണ്ട്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് ഏതാണ്ട് ലോക നിലവാരത്തേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് സിമ്പോസിയങ്ങളും കോൺക്ലേവും ഒക്കെ നടത്തുന്നുണ്ട്. ഈ കോൺക്ലേവ് നടത്തിയാലൊന്നും വിദ്യാഭ്യാസ നിലവാരം ഉയരത്തില്ലെന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല. കുറേ പൈസ മുടിപ്പിക്കണം, കുറേ എഴുതി തള്ളണം, കുറേ അവരുടെ ആൾക്കാർക്ക് കൊണ്ടുപോയി തിന്നണം എന്നുള്ള ഇതിൻ്റെ പുറത്താണ് ഇവരിത് നടത്തുന്നത്. ഇപ്പം തന്നെ ആളുകൾക്ക് ഉള്ള പ്രധാന ഒരു രോദനം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാർ മൊത്തം വിദേശങ്ങളിൽ പോയി പഠിക്കുകയാണ്, ഇവിടെ കൊടുത്ത കോഴ്സിന് ചേരാനായിട്ട് കുട്ടികളില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും ഒരു ഉന്നത വിദ്യാഭ്യാസ ഒരു ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന കോളേജിൽ ചേരാൻ കുട്ടികളില്ല. എന്നുവെച്ചാൽ ഒരുമാതിരി കുറച്ചെങ്കിലും കഴിവുള്ള കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾക്കറിയാമല്ലോ, ഈ തിരുവനന്തപുരത്ത് സർവകലാശാല ആസ്ഥാനത്തും ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റികളുടെ ആസ്ഥാനത്തും കഴിഞ്ഞ ദിവസം ഈ കുറേ കുട്ടിക്കുരങ്ങന്മാർ കാണിച്ച കോപ്രായങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. സ്കൂൾ തലത്തിലാണെങ്കിൽ പഠനത്തിൻ്റെ സമയം കൂട്ടണമെന്നും പറഞ്ഞ് രാവിലെയോ വൈകിട്ടോ ഒക്കെ 10-15 മിനിറ്റ് കൂടുതൽ, അതൊന്നും പഠിത്തം നടക്കാനൊന്നും അല്ല. ഈ 15 മിനിറ്റ് കൊണ്ട് എന്തോ പഠിത്തം നടക്കാനോ ഒന്നും നടക്കത്തില്ല. അതിൻ്റെ ഇവിടെ സമരങ്ങൾ മൂലം ഇങ്ങനെ പഠിപ്പ് മുടക്ക്, ബന്ദ്, ഹർത്താൽ, പണിമുടക്ക്, ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് ഈ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ പോകാത്തതിൻ്റെയും നമ്മൾ ഉന്നത വിദ്യാഭ്യാസം പൊതുവെ തകരുന്നതിൻ്റെയും കാരണം. കഴിഞ്ഞ ദിവസം കീമിൻ്റെ ഒരു പരീക്ഷയുടെ വിധി വന്ന് നമ്മൾ കണ്ടു. സർക്കാരിൻ്റെ പിടിപ്പുകേടിൻ്റെ മകുടോദാഹരണമായിട്ട് കുട്ടികളുടെ ഭാവിയായിട്ട് പന്താടുന്ന ആ സംഭവം നമ്മൾ കണ്ടു. അപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യം പറഞ്ഞാലും ആരോഗ്യ വകുപ്പിൻ്റെ കാര്യം പറഞ്ഞാലും എല്ലാം കേരളത്തിനെ നശിപ്പിക്കുകയാണ് ഇവർ. അപ്പോൾ ഈ കേരളത്തിനെ ഇട്ട് ഇങ്ങനെ നശിപ്പിക്കുന്ന കുറേ കാട്ടാളന്മാരുടെ ഒരു രീതിക്കെതിരെയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ കാർട്ടൂണിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഈ സമകാലീന രാഷ്ട്രീയത്തെപ്പറ്റി ഇങ്ങനെ വിശകലനം ചെയ്യുകയും ലൈവ് കാർട്ടൂൺ വരയ്ക്കുകയും ചെയ്യുന്ന ഒരു കാർട്ടൂൺ ചാനൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലെടുത്ത് കഴിയുന്നത്ര ഹെൽപ്പ് എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതാണ് കാർട്ടൂണിൻ്റെ റഫ്. റഫ് വെച്ച് കൂടുതൽ ഡ്രോയിങ് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ റഫ് ഇട്ടുപോയി. അതായത് ഈ നരകത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ തിളച്ച എണ്ണയിലിട്ട് വറക്കുമെന്ന് കേട്ടിട്ടില്ലേ, പാപം ചെയ്യുന്ന ആത്മാക്കളെ വരട്ടെന്ന്. അത് കണക്ക് കുറേ കശ്മലന്മാർ അല്ലെങ്കിൽ കാട്ടാളന്മാർ നമ്മുടെ കേരള എന്ന് പറയുന്ന നമ്മുടെ ജന്മഭൂമിയെ ഇട്ട് വറക്കുവാണ്. ഈ തിളച്ച വെളിച്ചെണ്ണയിലിട്ട് കേരളീയരെ അങ്ങ് പീഡിപ്പിച്ച് മാക്സിമം പീഡിപ്പിക്കുവാണ്. ഈ കാട്ടാളന്മാരുടെ തേർവാഴ്ചയാണ് ഇവിടെ എങ്ങും നടക്കുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ റഫ് ഇട്ടിരിക്കുന്നത്. തിളയ്ക്കുന്ന എണ്ണയിലിട്ട് കേരളത്തിനെ വറക്കുന്നു. അപ്പം നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വരയിലോട്ട് കിടക്കാം.
വറചട്ടിയിൽ കിടന്ന് എരിപൊരി കൊള്ളുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഒരവസ്ഥയാണിത്. ഇവന്മാരുടെ കൈ കിടന്ന് കേരളം കഷ്ടപ്പെടുകയാണ്. ഇത് തിളച്ച എണ്ണയിട്ട് വറക്കുക കേരളത്തിന്. ഇതാരാണെന്ന് അറിയാലോ, ഇത് നമ്മുടെ കാരണഭൂതനാണ്. കാരണഭൂതൻ ശരിയായ ഡ്രസ്സിലല്ല, ഞാനൊരു ഈ കാട്ടാളൻ്റെ ഡ്രസ്സിലാണ് വരച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് കുത്തി ഇറക്കിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ശിവൻകുട്ടിയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏതാണ്ട് സ്ത്രീധനം കിട്ടിയ മാതിരിയാണ് ഇവർ ഈ LDF യൂണിയൻ്റെയും ഈ സിൻഡിക്കേറ്റിൻ്റെയും ഈ നേതാക്കന്മാരുടെയൊക്കെ ധാരണ. ഇവർക്ക് മാത്രമേ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ അധികാരങ്ങളുള്ളൂ, അവകാശങ്ങളുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഇതെല്ലാം കണ്ട് നോക്കി നിന്നോണം. അഭിപ്രായം പറയാൻ പാടില്ല, എതിരെ ഒന്നും പ്രവർത്തിക്കാനും പാടില്ല. അല്ല, മറ്റേ VC പറയുന്നതും ഗവർണർ പറയുന്നതും ഒന്നും ഇവിടെ നടപ്പാക്കപ്പെടുന്നില്ല. ഇവരുടെ തീരുമാനമാണ് കംപ്ലീറ്റ് നടപ്പാക്കുന്നത്. ഇത് ഗോവിന്ദൻ മാഷാണ്. സ്വന്തമായിട്ട് അഭിപ്രായങ്ങളൊന്നുമില്ല. മുഖ്യമന്ത്രി പറയുന്നതിനും ഒപ്പിച്ച് അഭിപ്രായം മറ്റേ ഇതും പറഞ്ഞുകൊണ്ട് പറയുന്നതൊക്കെ പിറ്റേ ദിവസം മാറ്റി പറഞ്ഞുകൊണ്ട് ഒക്കെ കോമാളിയായിട്ട് നടക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി. ഇവിടെ മറ്റേ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പിള്ളേർ മറ്റേ കരിമ്പം കാട്ടി കയറിയ പോലെ കിടന്ന് അർമാദിച്ചപ്പോൾ അവിടെ വന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന കണക്ക് പ്രസ്താവന നടത്തിയിട്ട് പോയാളാണ്. പിള്ളേർ ആവേശം കൊണ്ട് എന്തെങ്കിലും കാണിച്ചാൽ മുതിർന്നവർ അത് വന്ന് സോൾവ് ചെയ്യല്ലേ വേണ്ടത്. പക്ഷെ ഇവരതല്ല ചെയ്യുന്നത്. അവരെ ഒന്നും കൂടെ എരിവ് കയറ്റി വിട്ടിട്ട് ഇതിങ്ങളുടെ ഭാവി നശിപ്പിക്കുകയാണ് ഇവന്മാർ ചെയ്യുന്നത്. ഇത് നമ്മുടെ സജി ചെറിയാൻ. ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണെന്ന് പറഞ്ഞ ആളാണ്. ഇവർക്കൊന്നും ഭരണഘടനയായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അവർ തീരുമാനിക്കുന്നതാണ് ഭരണഘടനയും നിയമമൊക്കെ. ചുടല നൃത്തമാണ് കേരളത്തിൽ. ഇവരുടെ ചുടല നൃത്തമാണ് നടക്കുന്നത്. ഇത് മറ്റേ ബലി കൊടുക്കാനുള്ള കോഴിയാണ് ഇയാളുടെ കയ്യിലിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോഴിയല്ല, ഇവർ മനുഷ്യരെ തന്നെയാണ് ബലി കൊടുക്കുന്നത്. മറ്റേ ചില മന്ത്രി കൊച്ചമ്മമാരുടെയും കൂടെ ഉണ്ട് ഇതിനകത്ത് പരാമർശിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഇതിനകത്തിപ്പോൾ അധികം സ്ഥലമില്ലാത്ത കാരണം പിന്നെ മന്ത്രി കൊച്ചമ്മമാരെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഒരു മന്ത്രി കൊച്ചമ്മയുണ്ട്, ആരോഗ്യരംഗത്തും ഒരു മന്ത്രി കൊച്ചമ്മയുണ്ട്. പിന്നെ ഇത് നമുക്കിത് കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കളറൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം. ഇപ്പോൾ ഈ കാർട്ടൂണെ തീർന്നിട്ടുണ്ട്. ഈ ആഴ്ചത്തെ
കാർട്ടൂണിൽ നിന്ന് വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.